എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ആൻറ്റിയാണ്, രാജി ആൻറ്റി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ കറി നമുക്ക് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഇടിയപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. അതിലേക്ക് ഞാൻ ഒരു ചെറിയ പൊട്ടാറ്റോ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കൂടി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിന് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നമുക്കധികം പ്രൊസീജിയേഴ്സൊന്നും ഇല്ല. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇതുകൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മല്ലിപ്പൊടി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. മല്ലിപ്പൊടി നമ്മൾ തേങ്ങയുടെ കൂടെ അരച്ചിട്ടാണ് ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്രീൻ പീസ് എല്ലാം ഒന്ന് നികന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പ്രഷർ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് തേങ്ങ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങ വെറും 2 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. കുറച്ച് തേങ്ങ മതി. പിന്നെ ഇവിടെ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തു. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്, കടുക് വറുത്തിട്ട്. തേങ്ങ കൂടെ ഇടുമ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഈ കറിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. നല്ല പേസ്റ്റ് പോലെയാണ് അരപ്പ് അരയേണ്ടത്. ഇനി ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്.
ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. അപ്പത്തിനൊക്കെ കുറച്ച് കുറുകിയിരിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പം അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഗ്രീൻ പീസ് കറി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് എപ്പോഴും കിട്ടുന്ന രീതിയിൽ വെക്കുക. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ അത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.